ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിസ്സിയോ 2020 9-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കേരള സഭയിലെ ഏറ്റവും ശക്തരായ വചന ശുശ്രൂഷകരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനും അതിലൂടെ ആ ഒരു മിഷണറി തലത്തിലേക്ക് ഉയരുവാനുമൊക്കെ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം നാം പ്രത്യേകം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൽ മുന്നോട്ട് പോവുക, ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ഒരുങ്ങുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെങ്ങുമുള്ള ഷെക്കേന ടിവിയുടെ എല്ലാ ടെലിവിഷൻ പ്രഭാഷകരും നല്ലൊരു മിഷണറിയായി മാറുവാൻ ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പെന്തക്കോസ്തിൽ നിറഞ്ഞ ആ ആത്മാവ്, പ്രിയപ്പെട്ടവരെ, അനേകം പ്രവാചകന്മാരെയും അനേകം പുരോഹിതന്മാരെയും അനേകം രാജാക്കന്മാരെയും ഒക്കെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നമ്മളിലും നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് കൈകളടിച്ച് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു താല്പര്യത്തോടെ നമുക്ക് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി. എല്ലാവരും പാടുകയെ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി. നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, അഗ്നി അഭിഷേകത്താൽ നിറയ്ക്കണമേ, പൊതിയണമേ, എന്നെ പൊതിയണമേ, ദൈവശക്തി കൊണ്ടെന്നെ പൊതിയണമേ. നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, അഗ്നി അഭിഷേകത്താൽ നിറയ്ക്കണമേ, പൊതിയണമേ, എന്നെ പൊതിയണമേ, ദൈവശക്തി കൊണ്ടെന്നെ പൊതിയണമേ. പരിശുദ്ധാത്മാവേ, ഏലിയാവിൽ നിറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ, പ്രവാചകന്മാരിൽ നിറഞ്ഞതുപോലെ
പുരോഹിതന്മാരിൽ നിറഞ്ഞതുപോലെ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശ്വാസവീരന്മാർ ജ്വലിച്ച പോലെ ആത്മാഭിഷേകത്താൽ ജ്വലിച്ചിടുവാൻ. വിശ്വാസവീരന്മാർ ജ്വലിച്ച പോലെ ആത്മാഭിഷേകത്താൽ ജ്വലിച്ചിടുവാൻ. പെന്തക്കോസ്തിൽ നിറഞ്ഞൊരാത്മാവേ അഗ്നിജ്വാല കൊണ്ടെന്നെ പൊതിയണമേ. പെന്തക്കോസ്തിൽ നിറഞ്ഞൊരാത്മാവേ അഗ്നിജ്വാല കൊണ്ടെന്നെ പൊതിയണമേ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി. സുവിശേഷം ലോകമെങ്ങും പകർന്നിടുവാൻ, പോരാട്ടത്തിൽ ഞങ്ങൾ ജയിച്ചിടുവാൻ. സുവിശേഷം ലോകമെങ്ങും പകർന്നിടുവാൻ, പോരാട്ടത്തിൽ ഞങ്ങൾ ജയിച്ചിടുവാൻ. ശക്തിയോടെ ദൈവവേല ചെയ്തിടുവാൻ, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ശക്തിയോടെ ദൈവവേല ചെയ്തിടുവാൻ, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിയിറങ്ങി. നിറയ്ക്കണമേ എന്നെ നിറയ്ക്കണമേ, അഗ്നി അഭിഷേകത്താൽ നിറയ്ക്കണമേ. പൊതിയണമേ എന്നെ പൊതിയണമേ, ദൈവശക്തി കൊണ്ടെന്നെ പൊതിയണമേ. നിറയ്ക്കണമേ എന്നെ നിറയ്ക്കണമേ, അഗ്നി അഭിഷേകത്താൽ നിറയ്ക്കണമേ. പൊതിയണമേ എന്നെ പൊതിയണമേ, ദൈവശക്തി കൊണ്ടെന്നെ പൊതിയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൽ ഏറ്റ സ്നേഹം നിറഞ്ഞവരെ, നാം ഇപ്പോൾ പാടുകയായിരുന്നു. എലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുവാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒത്തിരി ദാസന്മാർ കേരള സഭയിലും ലോകമെങ്ങും ഉണ്ട്. നമുക്ക് ഇന്നേ ദിവസം ക്ലാസ് എടുക്കുവാനായിട്ട് ദൈവത്താൽ പ്രത്യേകം നിയോഗം ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അലോഷ്യസ് കുളങ്ങര അച്ഛനാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവശുശ്രൂഷ ചെയ്യുവാൻ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഒക്കെ വചനം സ്ഥിരീകരിക്കുവാൻ ദൈവം അയച്ച പ്രിയപ്പെട്ട അഭിഷിക്തനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അച്ഛനിപ്പോൾ KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ മിസ്സിയോ 2020 നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്
ബഹുമാനപ്പെട്ട അലോഷ്യസ് കൊളങ്ങര അച്ഛനാണ്. അച്ഛൻ കോഴിക്കോട് രൂപതാംഗമാണ്. പ്രത്യേകിച്ച് അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൻ്റെ അഗ്നി അച്ഛനിലൂടെ അനേകരിലേക്ക് നിറഞ്ഞ വളരെ ശക്തമായ അഗ്നിയുടെ അനുഭവങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരള സഭയുടെ പ്രൊക്ലമേഷൻ കമ്മീഷനിലൂടെ നാം എല്ലാവരും ഒരു മിഷൻ യാത്രയിലായിരുന്നു. മിസിയോ 2020 ദൈവജനത്തെ മുഴുവൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ പിതാക്കന്മാരിലൂടെ, വചനപ്രഘോഷകരിലൂടെ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുകയായിരുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഓരോ സുവിശേഷകനും ഓരോ പ്രേഷിതനും എത്രമാത്രം ആവശ്യമാണ് എന്ന ബോധ്യപ്പെടുത്തലാണ്. വചനപ്രഘോഷണ ശുശ്രൂഷയിൽ, സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയിൽ, മറ്റ് പ്രേക്ഷിത ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. ഇന്ന് ആരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന ഏശയ്യാ പ്രവാചകന്റെ വചനാഭിഷേകത്തോടെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസിയോ 2020 ഈ 9ാമത്തെ എപ്പിസോഡിൽ ദൈവാത്മാവിൽ മുന്നേറാനുള്ള വലിയൊരു അഭിഷേകമാണ് നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ആഗോള കത്തോലിക്ക സഭ മുന്നേറട്ടെ, ഫ്രാൻസിസ് പാപ്പ മുന്നേറട്ടെ, കർദിനാൾമാർ മുന്നേറട്ടെ, ലോകം മുഴുവനുള്ള മെത്രാന്മാർ പരിശുദ്ധാത്മാവിനാൽ മുന്നേറട്ടെ, സഭയിലെ എല്ലാ വൈദികര്, സന്യസ്തര് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും അഭിഷേകത്താൽ മുന്നേറട്ടെ. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ അടയാളമായ ആത്മായ ശുശ്രൂഷകര്, വചനപ്രഘോഷകരിലൂടെ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കട്ടെ. ആത്മായ ശുശ്രൂഷകര്, പ്രേക്ഷിതര് പരിശുദ്ധാത്മാവിനാൽ മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മദർ തെരേസയെ കുറിച്ച് മാൽക്കം മഗ്രിഡ്ജ് എന്ന ആ ഒരു എഴുത്തുകാരൻ എഴുതിയ അതിപ്രശസ്തമായ പുസ്തകമാണല്ലോ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. നാം എല്ലാവരും പലതവണ കേട്ടിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും പരിശുദ്ധാത്മാവ് ഈ സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുകയാണ്. അതായത് മാൽക്കം മഗ്രിഡ്ജ് എന്ന എഴുത്തുകാരൻ മദർ തെരേസയോട് ചോദിച്ചു, അമ്മേ, നിങ്ങൾ ചെയ്യുന്നത് എന്തൊരു വൃത്തികെട്ട ജോലിയാണ്. കുഷ്ഠരോഗിയുടെ വ്രണമുള്ള, പഴുപ്പുള്ള, ചലമുള്ള വിരലുകളിൽ ചുംബിക്കുക, അവൻ്റെ പഴുപ്പ് നിറഞ്ഞ, ചലമൊഴുകുന്ന, നോക്കാൻ പോലും സാധിക്കാത്ത ദുർഗന്ധമുള്ള ശരീരത്തിൽ ഒരു ഗ്ലൗസ് പോലും ഇടാതെ എങ്ങനെയാണ് അമ്മേ ആ മുറിവുകളൊക്കെ വെച്ച് കെട്ടാനായിട്ട് സാധിക്കുക? എന്നിട്ട് മദർ തെരേസയോട് പറഞ്ഞു, മദറേ, $1 കോടി എനിക്ക് നൽകാമെന്ന് പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യുകയില്ല. മദർ തെരേസ പുഞ്ചിരിച്ചുകൊണ്ട് മാൽക്കം മഗ്രിഡ്ജിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, മോനെ, $1 കോടി
എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാനും അത് ചെയ്യില്ല. അപ്പോൾ മഗ്രിഡ്ജ് ചോദിച്ചു, അമ്മേ, പിന്നെ എന്ത് ഘടകമാണ്, എന്ത് പ്രേരണയാണ് ഈ ശുശ്രൂഷ ചെയ്യാൻ മദറിനെയും മദറിൻ്റെ കൂടെയുള്ള ആ ശുശ്രൂഷകരെയും പ്രേരിപ്പിക്കുന്നത്? ഏത് ഘടകമാണ് ഇതിനുള്ള ശക്തി നൽകുന്നത്? ഏത് അഭിഷേകമാണ് മദറിനെയും മറ്റ് ശുശ്രൂഷകരെയും നയിക്കുന്നത്? മദർ ഉടനെ സക്രാരിയിലേക്കും അതോടൊപ്പം തന്നെ അവിടെയുള്ള ക്രൂശിത രൂപത്തിലേക്കും ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, 1 കോടി രൂപ കിട്ടിയാലും ഈ ലോകത്തിലെ സർവസമ്പത്ത് തന്നാലും ഞങ്ങളത് ചെയ്യില്ല. എന്നാൽ ഇതാ ഈ ലോകത്തിന് വേണ്ടി മരിച്ച്, ഈ ലോകത്തിന് വേണ്ടി പീഡകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു മിഷണറിയെ ഉത്തേജിപ്പിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്, ദൈവത്തിനോടുള്ള സ്നേഹമാണ്. ഈ ദൈവത്തിനോടുള്ള സ്നേഹമാണ്, അതൊരു കൃപയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കല് ഒരു അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നില്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്കൊരു ഉത്തേജനമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്കൊരു അഭിഷേകമാണ്, ഞങ്ങൾക്കൊരു കൃപയാണ്. അപ്പോൾ ഓരോ മിഷണറിമാരെ ഊരും നാടും പേരും അറിയാത്ത ദേശത്തേക്ക് പോകുവാനും തങ്ങളുടെ കുടുംബങ്ങളെല്ലാം മാറ്റിവെച്ച്, തങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വചന പ്രഘോഷണത്തിന്, സുവിശേഷ പ്രഘോഷണത്തിന്, പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടാൻ ലഭിക്കുന്ന കർത്തൃസ്നേഹമെന്ന് പറയുന്ന ആ ഉത്തേജനം ഒരു പ്രേക്ഷിതന്റെ, ഒരു സുവിശേഷകന്റെ ഹൃദയത്തിൽ ഉജ്ജ്വലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് കൃപയില്ലാത്ത ശുശ്രൂഷ, അഭിഷേകമില്ലാത്ത ശുശ്രൂഷയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, ഈശോയെ ആരാധന. അപ്പോൾ ഒരു മിഷണറിയെ, ഒരു പ്രേക്ഷിതനെ, ഒരു വചനപ്രഘോഷകനെ ലഹരി പിടിപ്പിക്കുന്നത് ക്രിസ്തു സ്നേഹമാണ്. ഈ ക്രിസ്തു സ്നേഹം ഒരു പ്രേക്ഷിതന്റെ, സുവിശേഷ പ്രഘോഷകന്റെ, വചനപ്രഘോഷകന്റെ ഹൃദയത്തിൽ പതിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, തീ അഭിഷേകമാണ്. നാം ഇന്ന് ആരംഭത്തിൽ പാടിയില്ലേ ആ തീ അഭിഷേകത്തെക്കുറിച്ച്? പരിശുദ്ധാത്മാവിൻ്റെ തീ അഭിഷേകത്താൽ ജ്വലിക്കുമ്പോഴാണ് ഒരു പ്രേക്ഷിതന്റെ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്ന തരത്തില് ക്രമമുള്ളതായി മാറുന്നത്, വരമുള്ളതായി മാറുന്നത്, അഭിഷേകമുള്ളതായി മാറുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് സഭയുടെ ആദ്യത്തെ മിഷണറിമാരായ അപ്പോസ്തലന്മാർക്ക് ലഭിക്കുന്ന ശക്തി. സഭയുടെ ആദ്യത്തെ വചനപ്രഘോഷകരാണല്ലോ യേശുവിൻ്റെ അപ്പോസ്തലന്മാര്. ആദ്യത്തെ പ്രേക്ഷിതരാണല്ലോ യേശുവിൻ്റെ അപ്പോസ്തലന്മാര്. അവർക്ക് ലഭിക്കുന്ന കൃപയും അവർക്ക് ലഭിച്ച തീ അഭിഷേകത്തെക്കുറിച്ചാണല്ലോ അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. യേശുവിൻ്റെ മരണത്തിന് ശേഷം പെന്തക്കോസ്തയുടെ ഒരുക്കത്തിനായി
അവർ സെഹിയോൻ ശാലയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരിക്കുന്ന റൂം മുഴുവൻ വ്യാപിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിറയുന്നതായി അവർ അനുഭവിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ അവർ വന്ന് നിറയുകയാണ്. ദൈവാത്മാവിൻ്റെ തീ അഭിഷേകം കൊണ്ട് ആ അപ്പോസ്തലന്മാർ നിറയുകയാണ്. പിന്നീട് നാം കാണുന്നത് പഴയ അപ്പോസ്തലന്മാരല്ല, പുതിയ അപ്പോസ്തലന്മാര്. ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന സ്ലീഹന്മാരല്ല. ധൈര്യത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, കൃപകളുടെ ആത്മാവ്, വരങ്ങളുടെ ആത്മാവ് നിറയപ്പെട്ട അപ്പോസ്തലന്മാരെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ പത്രോസിലൂടെ മറ്റു സ്ലീഹന്മാരിലൂടെ കർത്താവിൻ്റെ നാമത്തെ ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ സ്ലീഹന്മാര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടുവെങ്കിൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ അഗ്നി അഭിഷേകത്തിൻ്റെ കഥകള് ഓരോ സ്ലീഹന്മാരുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇന്ന് പ്രേരിപ്പിക്കുന്നത് അധികം സ്ലീഹന്മാരുടെ കഥകളെ കുറിച്ചല്ല. അതിലൊരു പ്രധാനപ്പെട്ട സ്ലീഹയുടെ കഥ പറയുവാനാണ്. അത് വേറെ ആരുമല്ല, യാക്കോബ് സ്ലീഹയെ കുറിച്ചാണ്. യാക്കോബ് സ്ലീഹയുടെ കഥ നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ഈ സെബദി പുത്രന്മാരെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ചും അവരുടെ അമ്മ ചെന്ന് യേശുവിനോട് പറയുന്നുണ്ടല്ലോ, നിന്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഇരിക്കാനുള്ള കൃപ എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. കർത്താവേ, നീ ഉന്നതങ്ങളിലായിരിക്കുമ്പോൾ, നീ മഹത്വത്തിലായിരിക്കുമ്പോൾ നിന്റെ വലതുവശത്തും ഇടതുവശത്തും ആയിരിക്കാനുള്ള അഭിഷേകം എൻ്റെ ഈ 2 മക്കൾക്ക് കൊടുക്കണമേ. കർത്താവ് അവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ? ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അന്ന് എന്താണ് ഈശോ ചോദിക്കുന്നതെന്ന് എന്നതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും യാക്കോബ് സ്ലീഹയും യോഹന്നാൻ സ്ലീഹായും മറുപടി നൽകി, ഞങ്ങൾ കുടിക്കും, ഞങ്ങൾ സ്വീകരിക്കും. പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച പെന്തക്കോസ്തയുടെ തീ അഭിഷേകത്തിന് ശേഷമാണ് ആ യാക്കോബ് സ്ലീഹയ്ക്ക് കർത്താവ് തന്നോട് ചോദിച്ചതെന്താണെന്നതിൻ്റെ അർത്ഥം യാക്കോബ് സ്ലീഹയ്ക്ക് മനസ്സിലാകുന്നത്. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് യാക്കോബ് സ്ലീഹ ജെറുസലേമിൻ്റെ മെത്രാനായിരുന്നു, മെത്രാപ്പോലിത്തയായിരുന്നു. ആ തീ അഭിഷേകം സ്വന്തം ജീവൻ കൊടുക്കാനായി യാക്കോബ് സ്ലീഹ തയ്യാറാകുകയാണ്. ഒരു പ്രേഷിതൻ ജീവൻ കൊടുക്കാൻ തയ്യാറാകുകയാണ്. യാക്കോബ് സ്ലീഹയെ കുറിച്ചുള്ള പാരമ്പര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദനം ചെയ്തുവെന്നല്ല, വാളുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം 2ആയി കീറി മുറിച്ചു. വാള് ശരീരത്തിലൂടെ ആഴ്ന്നിറങ്ങി എന്നാണ് പാരമ്പര്യം പറയുന്നത്. കൊലയാളി ഇപ്രകാരം അത്ഭുതപ്പെട്ടു പോയത്രേ. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഒരു മണവാളനെ പോലെ, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു മണവാളനെ പോലെ സന്തോഷത്തോടെ കൊലക്കത്തിയുടെ നേരെ ആഞ്ഞു വന്നത് എന്ന്
കൊലയാളി അത്ഭുതപ്പെട്ടു പോയെന്ന് സഭാ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു മിഷണറി, ഒരു വചനപ്രഘോഷകൻ, ഒരു പ്രേഷിതൻ കൊലക്കത്തിയുടെ മുൻപിൽ ഒരു മണവാളൻ, കല്യാണം കഴിക്കുന്ന ഒരു മണവാളൻ എങ്ങനെയാണോ കല്യാണ പന്തലിലേക്ക് പ്രവേശിക്കുന്ന ചിരിച്ച സന്തോഷമുള്ള മുഖത്തോടെയാണ് മരണത്തിൻ്റെ മുൻപിലേക്ക് ഒരു പ്രേഷിതൻ കടന്നു വരുന്നത്. ഇത്തരത്തിലൊരു പ്രേഷിതനെ, ഒരു സുവിശേഷകനെ, ഒരു വചനപ്രഘോഷകനെ പാകപ്പെടുത്തുന്നത് അവന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ടാണ് മിസിയോ 2020 പ്രൊക്ലമേഷൻ കമ്മീഷനും ഷെക്കേന ടെലിവിഷൻ ഈ ചാനലിലൂടെ ഓരോ പ്രേഷിതനോട്, ഓരോ സുവിശേഷകനോട്, മാമോദിസ സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയോടും പറയുന്നത് പരിശുദ്ധാത്മാവിൽ മുന്നേറാനുള്ള വിളിയാണ്. ഒക്ടോബർ മാസത്തിലെ പ്രേഷിത മാസം നമ്മെ ഓരോരുത്തരെയും കൊണ്ടുചെന്നെത്തിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് നമുക്കൊരു അഭിഷേകം വേണം, നമുക്ക് ഒരു അനോയിന്റിങ് ആവശ്യമാണ്. അനോയിന്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു പ്രേഷിതനെ സംബന്ധിച്ചിടത്തോളം അനോയിന്റിങ് ഈസ് വെരി പ്രഷ്യസ്. അനോയിന്റിങ് നോട്ട് ബൈ എനി പവർ, മറ്റേതെങ്കിലും തരത്തിലുള്ള അനോയിന്റിങ് അല്ല, നേരെ മറിച്ച് അനോയിന്റിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലുള്ള അനോയിന്റിങ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അത് പെന്തക്കോസ്തയിൽ സ്ലീഹന്മാർക്ക് ലഭിച്ച ആ തീ അഭിഷേകം, ആ അഗ്നി അഭിഷേകം ഓരോ പ്രേഷിതന്റെ മേൽ ഇറങ്ങി വരണം, ഓരോ സുവിശേഷകന്റെ മേൽ ഇറങ്ങി വരണം. അവൻ്റെ കാൽപാദം മുതൽ തല വരെ വറയിൽ അനുഭവിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, ആ രക്തസ്നാനം, ആ തീ സ്നാനം ഓരോ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതുപോലെ ഓരോ പ്രേഷിതന്റെ മേൽ, ഓരോ സുവിശേഷകന്റെ മേൽ, ഓരോ വചനപ്രഘോഷകന്റെ മേൽ ഇറങ്ങി വരണമെന്ന് മിസിയോ 2020 നമ്മെ പഠിപ്പിക്കുകയാണ്. ആയതിനാൽ നാം മുന്നേറേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രേഷിതർ തളർന്നു പോകും, അല്ലെങ്കിൽ പ്രേഷിതന്റെ സുവിശേഷത്തിന് ശക്തിയുണ്ടാവില്ല, കൃപയുണ്ടാവില്ല, വരമുണ്ടാവില്ല. രോഗശാന്തികൾ നടക്കണമെങ്കിൽ, അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ഒരു പ്രേഷിതൻ മുന്നേറേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളോടെയാണ്. ഒരു അപ്പോസ്തലനെ കുറിച്ചുള്ള കഥ കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇത് വേറെ ആരെക്കുറിച്ചുമല്ല, വിശുദ്ധ യൂദാ തദേവൂസിനെ കുറിച്ചാണ്. നമുക്കറിയാം, വിശുദ്ധ യൂദാ തദേവൂസ് ഏകദേശം യേശുവിൻ്റെ മുഖമുള്ള ഒരാളായിരുന്നു. കാരണം യേശുവിൻ്റെ രക്തബന്ധുവായിരുന്നു വിശുദ്ധ യൂദാ തദേവൂസ്. ഈ വിശുദ്ധ യൂദാ തദേവൂസുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യമുണ്ട്. യേശു തൻ്റെ 3 വർഷത്തെ ശുശ്രൂഷകൾ ചെയ്ത് ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, തൻ്റെ മരണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈശോ മുന്നേറുമ്പോഴാണ് എസാദാവ് എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവ് തന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഒരു ഭൃത്യനെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഈ എസാദാവിലെ രാജാവിന് കുഷ്ഠരോഗമാണ്. അപ്പോൾ ആരോ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഇതാ യൂദയ ദേശത്ത് ഒരു നബി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചെകിടന് കേൾവിശക്തി കൊടുക്കുന്നു, കുരുടന് കാഴ്ചശക്തി കൊടുക്കുന്നു, തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നു. വലിയ ഒരു ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എസാദാവിലെ രാജാവിനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ യൂദയ ദേശത്തുള്ള യേശുവെന്ന് പറയുന്ന ആ നബിയുടെ അടുത്ത്, ആ ഗുരുവിൻ്റെ അടുത്ത് നിനക്ക് പോകാൻ സാധിക്കുമോ? അപ്പൊ രോഗബാധിതനായതുകൊണ്ട് യേശുവിനെ തൻ്റെ നാട്ടിലേക്ക്
തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതിന് ഒരു ഭൃത്യനെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ആ ഭൃത്യൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സമയം പൂർത്തിയായിരുന്നു. പീഡാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയമായി. അതുകൊണ്ട് ഈശോ യൂദാ തദേവൂസിനെ ചുമതലപ്പെടുത്തി എന്നാണ് ആ ഒരു പാരമ്പര്യം പഠിപ്പിക്കുന്നത്. ഈശോയുടെ മരണശേഷം ഈശോയുടെ മുഖം പതിഞ്ഞ ആ കച്ചയുമായി വെറോനിക്ക ഈശോയുടെ മുഖം തുടച്ചപ്പോൾ, ആ പീഡാസഹന വേളയിൽ കർത്താവിൻ്റെ മുഖം തുടച്ചപ്പോൾ അതിൽ പതിഞ്ഞ രക്തക്കറകളുള്ള ആ തിരുക്കച്ചയുമായി വിശുദ്ധ യൂദാ തദേവൂസ് എസാദാവിലെ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ആ തിരുക്കച്ച ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ രാജാവിന് സൗഖ്യം കിട്ടിയതുമായി ഒരു പാരമ്പര്യം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ദൈവാത്മാവിൻ്റെ കൃപകളും വരങ്ങളും അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ നിന്റെ സുവിശേഷ പ്രഘോഷണത്തെ, നിന്റെ മിഷൻ വേലയെ, നിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാകണം. യാക്കോബ് ശ്ലീഹായും യൂദാ തദേവൂസും പ്രേക്ഷിത പ്രവർത്തനത്തിന് സാക്ഷികളായി തീർന്നത് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചപ്പോഴാണ്. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കൊണ്ട് നിറയപ്പെട്ടപ്പോഴാണ്. കത്തോലിക്ക സഭയിലെ നമുക്ക് ലഭിച്ച മാമോദീസയിലൂടെ, നമുക്ക് ലഭിച്ച സ്ഥൈര്യലേപനത്തിലൂടെ, നമുക്ക് ലഭിച്ച കൃപകളും വരങ്ങളും ഒരു പ്രേക്ഷിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവയെ ബലപ്പെടുത്തുമ്പോഴാണ് അവൻ്റെ സുവിശേഷ പ്രഘോഷണം സ്വർഗം അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. അപ്പോൾ എപ്രകാരമാണ് ഒരു പ്രേക്ഷിതൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിറയേണ്ടതെന്ന് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 9, 12, 13 വചനങ്ങളാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക, ദഹനബലിക്കുള്ള നിയമം ഇതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രേക്ഷിതന്റെ ദഹനബലിയാണല്ലോ പ്രേക്ഷിത ശുശ്രൂഷ, വചന പ്രഘോഷണം. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ടുള്ള പ്രഘോഷണം. ഇതാ നിയമം ഇതാണെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അതിങ്ങനെയാണ്, ആ നിയമം ഇതാണ്: ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നികുണ്ഡത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വെച്ചിരിക്കണം. ഒരു പ്രേക്ഷിതൻ ഒരു ബലിവസ്തുവായി ബലിപീഠത്തിലെ അഗ്നിയിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വെച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിറയണം. പ്രാർത്ഥനയിലൂടെ, വചനാഭിഷേകത്തിലൂടെ, ധ്യാനത്തിലൂടെ അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടിരിക്കണം. പൗലോസ്ലീഹ ചൂണ്ടിപ്പറയാറില്ലേ, യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ദൈവത്തിൻ്റെ ആലയം, ഇത് ദൈവത്തിൻ്റെ ബലിപീഠമാകണമെങ്കിൽ, ബലിവസ്തു ആകണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന അഗ്നിയാൽ സ്നാനം ചെയ്യപ്പെടണം. തങ്കം തിളങ്ങണമെങ്കിൽ അത് തീയിലിട്ടൂതണം. ഒരു പ്രേക്ഷിതൻ തിളങ്ങണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന അഗ്നിയാൽ സ്നാനപ്പെടണം. 2-ാമത്തെ വചനം ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. അതിപ്രകാരം പറയുകയാണ്: ബലിപീഠത്തിൽ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്.
പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലയോ മിഷണറിയെ, വചനപ്രഘോഷക, സുവിശേഷ പ്രവർത്തക, പ്രേക്ഷിതനെ, നിന്റെ മേലുള്ള അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കെട്ടുപോകല്ലേ. ഇതാണ് പൗലോസ്ലീഹ മറ്റൊരു ഭാഷയിൽ നമ്മെ പഠിപ്പിച്ചത്. നോൺ സ്പെഞ്ഞെത്തോലോ സ്പിരിത്തു സാന്തോ, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയല്ലേ. അപ്പോൾ ഒരു പ്രേക്ഷിതന്റെ മേൽ, ഒരു സുവിശേഷകന്റെ മേൽ, അവൻ്റെ ശുശ്രൂഷകളുടെ മേൽ പരിശുദ്ധാത്മാവെന്ന അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവൻ ഉറക്കെട്ടുപോയ ഉപ്പ് പോലെയായി തീരും. അവൻ ശുശ്രൂഷ ചെയ്യും, അവൻ വചനം പറയും, പക്ഷേ അതിന് ഫലമുണ്ടാകുകയില്ല. ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു മാർപ്പാപ്പ ഒരു മിഷണറിയോട് പറഞ്ഞു, മിഷണറി, നീ ആ ദ്വീപിൽ പോയി വചനം പറയുക. അങ്ങനെ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മിഷണറി മാർപ്പാപ്പയ്ക്ക് എഴുതുകയാണ്, പാപ്പ, ഞാനിത് 3 വർഷം എൻ്റെ കഴിവുകൾ മുഴുവൻ ഞാൻ ഉപയോഗിച്ചു, പക്ഷേ ദൈവജനത്തിന് യഥാർത്ഥത്തിൽ ദൈവത്തെ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല, യഥാർത്ഥത്തിലുള്ള മാനസാന്തരം നൽകാൻ എനിക്ക് സാധിച്ചില്ല, അവർക്ക് യേശുവിനെ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ മടുത്തു പാപ്പ, ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു, എന്നെ മടങ്ങിപ്പോകാൻ അനുവദിക്കണം. അപ്പോൾ മാർപ്പാപ്പ മിഷണറിയോട് പറഞ്ഞു, ഇതാ സഹോദര, എനിക്ക് അങ്ങയുടെ കത്ത് കിട്ടി, അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്കറിയാം. അങ്ങ് ഒരുപാട് വചനം പ്രസംഗിച്ചു, അവിടുന്ന് ഒരുപാട് പ്രേക്ഷിത ശുശ്രൂഷകൾ ചെയ്തു, പക്ഷേ അവയൊന്നും ഫലം കണ്ടില്ല. ആയതിനാൽ മാർപ്പാപ്പ എഴുതി, അല്ലയോ മിഷണറി, അങ്ങ് എപ്പോഴെങ്കിലും മുട്ടിപ്പായി മുട്ടുകുത്തി നിന്ന് ദൈവം തനിക്കേൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവം തന്നെ ഏൽപ്പിച്ച ദൈവജനത്തിന് വേണ്ടി മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇനിയൊരു 3 വർഷം കൂടി അപ്രകാരം അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷ ചെയ്യുക, ഉറപ്പായിട്ടും അതിന് ഫലമുണ്ടാകും. ആ മിഷണറിയുടെ കഥ ഇപ്രകാരമാണ് അവസാനിക്കുന്നത്. ആദ്യത്തെ 3 വർഷം ഒരു മരുഭൂമി അനുഭവമായിരുന്നെങ്കിൽ തൊട്ടടുത്ത 3 വർഷങ്ങള് ഫലഭൂയിഷ്ഠതയുടെ, അനുഗ്രഹത്തിൻ്റെ, കൃപകളുടെ, അഭിഷേകത്തിൻ്റെ, ശുശ്രൂഷയുടെ കാലഘട്ടമായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും വചനം ഒരു പ്രേക്ഷിതനെ പഠിപ്പിക്കുകയാണ്. ഇപ്രകാരം പഠിപ്പിക്കുന്നു, ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. പ്രിയപ്പെട്ടവർ, ഒരു ആവേശത്തില് വചനപ്രഘോഷണത്തിലേക്ക് വന്നു. ആരംഭത്തിലൊക്കെ വലിയ ശുശ്രൂഷകൾ ചെയ്തു, വലിയ അഭിഷേകം പ്രാപിച്ചു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ പല ശുശ്രൂഷകരും തളർന്നു പോകുന്നതായിട്ട് കാണുകയാണ്. തളർന്നു പോകാൻ കാരണം എന്താണെന്നറിയാമോ? അവനിലെ നിരന്തരം കത്തേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവനിൽ കെട്ടുപോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നാം ഒരു ധ്യാനം കൂടി ഈ മിസിയോ 2020 നാം ഇപ്പോൾ ധ്യാനിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അഭിഷേകം 1 ദിവസം കൊണ്ട് തീരേണ്ടതല്ല, 2 ദിവസം കൊണ്ട് തീരേണ്ടതല്ല, 1 വർഷം കൊണ്ട് തീരേണ്ടതല്ല. ജീവിത അവസാനം വരെ അത് ജ്വലിച്ചു കൊണ്ടിരിക്കേണ്ട അഭിഷേകമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു പ്രേക്ഷിതനിൽ പ്രവർത്തിക്കേണ്ടതെന്ന് 2013
മെയ് മാസം 16-ാം തീയതിയുള്ള വചന പ്രഘോഷണ സമയത്ത് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയാണ്, ഒരു പ്രേഷിതൻ, ഫ്രാൻസിസ് പാപ്പ വിളിക്കുകയാണ്, ഇത് അഗ്നി മനുഷ്യനാണ്, തീയുള്ള മനുഷ്യനാണ്, പരിശുദ്ധാത്മാവിൽ മുന്നേറുന്ന മനുഷ്യനാണ്. ഒരു പ്രേഷിതൻ, യഥാർത്ഥത്തിൽ ഒരു പ്രേഷിതനാകുന്നത് അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, തീയുള്ള മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഒരു പ്രേഷിതനെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ അഗ്നിയാണ്, ഈ കൃപയാണ്, ഈ വരമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രേഷിതനെ പ്രേഷിതനായി മുന്നേറാൻ സഹായിക്കുന്നത്. വിശുദ്ധ വിൻസെന്റ് ഫെററിനെ കുറിച്ച് ചിറകുകൾ എന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതിപ്രകാരമാണ്. ഒരിക്കല് വിൻസെന്റ് ഫെറർ വളരെ അഭിഷേകമുള്ള ഒരു വചനപ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം കേൾക്കാൻ ആയിരങ്ങൾ വരുമായിരുന്നു. അദ്ദേഹം വചനപ്രഘോഷണത്തിന് വേണ്ടി നിരന്തരം പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, നിലവിളിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം വചനപ്രഘോഷണ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ അന്നൊരു ദിവസം അദ്ദേഹം കേട്ടു, ഇതാ പണ്ഡിതനായ ഒരു വ്യക്തി തൻ്റെ വചനപ്രഘോഷണം കേൾക്കാൻ വരുന്നു. വിൻസെന്റ് ഫെറർ ആകെ അസ്വസ്ഥനായി. ഇത്ര വലിയ പണ്ഡിതൻ തൻ്റെ വചനപ്രഘോഷണം കേൾക്കാൻ വരുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങണം. ആയതിനാൽ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം എടുത്ത് അദ്ദേഹം ഒരുങ്ങാൻ തുടങ്ങി. തൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ചു, തൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു, തൻ്റെ അറിവിൽ ആശ്രയിച്ചു. അപ്പോൾ വിൻസെന്റ് ഫെററിന് നഷ്ടപ്പെട്ടത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ സമയം കിട്ടിയില്ല, അഭിഷേകത്തിൽ നിറയാൻ സമയം കിട്ടിയില്ല. ആയതിനാൽ അന്നത്തെ വചനപ്രഘോഷണത്തിന് ആരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിച്ചില്ല. വളരെ ബുദ്ധിപൂർവവും വളരെ അറിവുള്ളതുമായ വചനപ്രഘോഷണമാണ് നടത്തിയത്. പലപ്പോഴും പല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായ ശുശ്രൂഷകരുടെയും പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ചില സമയങ്ങളിൽ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ വചനപ്രഘോഷണം കേൾക്കുമ്പോൾ, പ്രേക്ഷിത ശുശ്രൂഷ പങ്കാളികളാകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കുന്നില്ല. കാരണം ആ വചനപ്രഘോഷകന്, ആ പ്രേക്ഷിതന് അഗ്നി അഭിഷേകത്തിൻ്റെ കൃപ ആ സമയത്തില്ല. ആയതിനാൽ വിൻസെന്റ് ഫെററിൻ്റെ ആദ്യ ദിവസത്തെ പ്രസംഗം ഒരു ദുരന്ത കഥയായി മാറി. ഇതുമൂലം വിൻസെന്റ് ഫെറർ നേരെ ഓടിയത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. അവിടെ ഇരുന്ന് നിലവിളിച്ചു, എനിക്ക് കെട്ടുപോയ, എൻ്റെ മേൽ നിന്ന് വിട്ടുപോയ ആ ദൈവത്തിൻ്റെ കൃപ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് വീണ്ടും നൽകണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചാലും എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ ഏത് സ്ഥാപനം നടത്തിയാലും ഏത് ശുശ്രൂഷ ചെയ്താലും അത് ഫലദായകമാകണമെങ്കിൽ, കൃപയുള്ളതാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. അല്ലെങ്കിൽ വിൻസെന്റ് ഫെററിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അത് ഒരു ഉപകാരമുണ്ടാവില്ല. ആരുടെ ഹൃദയങ്ങളെ സ്പർശിക്കില്ല, മാനസാന്തരം കൊടുക്കില്ല, മാറ്റം കൊടുക്കില്ല, സൗഖ്യം ലഭിക്കില്ല, വിടുതൽ ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ആയതിനാൽ വിൻസെന്റ് ഫെറർ ചെയ്തത് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാനൊരു പ്രേക്ഷിതനാകാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാനൊരു വചനപ്രഘോഷകനാകാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാനൊരു സുവിശേഷകനാകാൻ വിളിക്കപ്പെട്ടവനാണ്. പക്ഷെ കൃപയില്ലാതെ, വരമില്ലാതെ, അഭിഷേകമില്ലാതെ ഞാൻ വചനപ്രഘോഷണം നടത്തി.
അങ്ങനെ നിലവിളിച്ചു. അന്ന് പരിശുദ്ധാത്മാവ് വിൻസെന്റ് ഫെററിൻ്റെ മേൽ ഇറങ്ങി വന്നു. പിറ്റേ ദിവസം വിൻസെന്റ് ഫെററിൻ്റെ സുവിശേഷ പ്രഘോഷണം കേട്ടപ്പോൾ ആ ദേവാലയത്തിലുണ്ടായിരുന്ന ആ പണ്ഡിതനടക്കമുള്ള എല്ലാവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ആഴപ്പെട്ടു. പാപികൾ മാനസാന്തരപ്പെട്ടു, രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു, ബന്ധനസ്ഥരായവർക്ക് വിടുതൽ ലഭിച്ചു. അന്നത്തെ വചന പ്രഘോഷണം കഴിഞ്ഞപ്പോൾ പണ്ഡിതൻ വന്ന് വിൻസെന്റ് ഫെററിനോട് പറഞ്ഞു, ഫാദർ വിൻസെന്റ്, ഇന്നലെ വചനം പ്രഘോഷിച്ചത് ഫാദർ വിൻസെന്റ് ആയിരുന്നു, എന്നാൽ ഇന്ന് വചനം പ്രഘോഷിച്ചത് യേശു ഫാദർ വിൻസെന്റിലൂടെ വചനം പ്രഘോഷിച്ചു. അതുകൊണ്ടാണ് ആ വചനം ഞങ്ങളെ സ്പർശിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷിതരെ, പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, യേശുവിൻ്റെ ദൈവജനമേ, കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞവരാകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രേക്ഷിത ശുശ്രൂഷ മുന്നേറുമ്പോൾ മാത്രമാണ് നമുക്ക് ലോകത്തെ സ്പർശിക്കാൻ സാധിക്കുക. നമുക്കറിയാം, പഴയ അച്ഛന്മാരെ കുറിച്ച്, പഴയ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമല്ലോ, അവർ ഞങ്ങൾക്ക് യേശുവിനെ തന്നു, അവർ ഞങ്ങൾക്ക് ദൈവത്തെ തന്നു. ഇന്ന് എന്ത് പറ്റി നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, എന്ത് പറ്റി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, എന്ത് പറ്റി നമ്മുടെ ആതുര ശുശ്രൂഷകൾക്ക്? പഴയതിനേക്കാൾ മെച്ചമായ കെട്ടിടങ്ങൾ നാം പണിതില്ലേ? പഴയതിനേക്കാൾ മെച്ചമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും നാം ഒരുക്കിയില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് യേശുവിനെ അറിയാൻ സാധിക്കുന്നില്ല? നമ്മുടെ ശുശ്രൂഷകളിൽ നിന്ന് പുറത്തു പോകുന്ന നാനാജാതി മതസ്ഥർക്ക് യേശുവിനെ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിൻസെന്റ് ഫെററിനെ പോലെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് നാം നിലവിളിക്കണം, കർത്താവേ, പരിശുദ്ധാത്മാവില്ലാതെയാണ്, ദൈവത്തിൻ്റെ അഗ്നി ഇല്ലാതെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഞാൻ എൻ്റെ അധ്യാപിക എന്ന ശുശ്രൂഷ, ഞാൻ എൻ്റെ നേഴ്സ് എന്ന ശുശ്രൂഷ, ഞാൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന ശുശ്രൂഷ, ഞാനൊരു ഇടവക വികാരി എന്ന ശുശ്രൂഷ, അല്ലെങ്കിൽ ഞാനൊരു അൽമായ ശുശ്രൂഷകൻ എന്ന എൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തത് പരിശുദ്ധാത്മാവില്ലാതെയാണ്. അപ്പോൾ എൻ്റെ ശുശ്രൂഷകൾക്ക് യേശുവിനെ കൊടുക്കാൻ സാധിച്ചില്ല, യേശുവിനെ നൽകാൻ സാധിച്ചില്ല. അത് സാധിക്കാതെ വന്നപ്പോൾ സഭയുടെ പണവും സഭയുടെ എനർജിയും ശൂന്യമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, വട്ടപൂജ്യമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിസ്സിയോ 2020 9ാമത്തെ ദിവസത്തെ വചന പ്രഘോഷണം ഓരോ മിഷണറിമാരും, ഓരോ വചന പ്രഘോഷകനും, ഓരോ സുവിശേഷകനും പരിശുദ്ധാത്മാവിൽ മുന്നേറണമെന്ന് ആഹ്വാനം നൽകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരു ആത്മാർത്ഥമായ ആത്മപരിശോധന നാം നടത്തണം. നാം ധ്യാനിക്കണം, നമ്മുടെ ശുശ്രൂഷകൾ ആത്മാവിൽ പ്രേരിതമായ ശുശ്രൂഷകളാണോ, അതോ മറിച്ച് പണത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണോ നമ്മുടേതെന്ന് നാം ഇന്ന് ധ്യാനിക്കണം. ഓരോ പ്രേക്ഷിതനും സുവിശേഷകനും എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടതെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലാകണം നമ്മുടെ വചന പ്രഘോഷണം. നമ്മുടെ വചനം കേൾക്കുമ്പോൾ, നമ്മുടെ മിഷൻ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ അവരെല്ലാവരും യേശുവിനെ സ്വീകരിക്കത്തക്ക തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ. അല്ലാതെ യേശുവിനെ തിരസ്കരിക്കുന്ന തരത്തിലാകരുത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിച്ചു പോകുന്ന കുട്ടികൾ യേശുവിനെ തിരസ്കരിക്കുന്നുണ്ടോ?
അങ്ങനെയെങ്കിൽ നാം ചെയ്യുന്നത് ദുർമാതൃകകളാണ്. നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അനുഭവിക്കുന്നവര് യേശുവിനെ തിരസ്കരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു മിഷണറി, ഒരു വൈദികൻ, ഒരു പ്രേഷിതൻ ദുർമാതൃകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ നേരാം വിധം പ്രഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാണെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയാണ്. ഒരു സിസ്റ്റർ, ഒരു വൈദികൻ, ഒരു അൽമായി ശുശ്രൂഷകൻ യേശുവിനെ കുറിച്ചുള്ള മിഷൻ നേരാം വിധം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാണെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മാവിൽ നിറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ പ്രത്യേകത? ഒന്ന്, ആഴമായ ബോധ്യമാണ്. ഹല്ലേലൂയ. തൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം. അതായത് ലോകത്തിൻ്റെ മുൻപിൽ നീ വളരെ നിസ്സാരനാണ്, എന്നാൽ ദൈവത്തിന് നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയ ബോധ്യമാണ് ഒരു മിഷണറിയുടെ മുതൽക്കൂട്ട്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഹല്ലേലൂയ. രണ്ട്, ഒരു മിഷണറിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക. ഇതിനു വേണ്ടി മാത്രമാണ് ഒരു മിഷണറി വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12:3 ഇപ്രകാരം പഠിപ്പിക്കുന്നു: യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്ക് സാധിക്കില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 683 പഠിപ്പിക്കുന്നു: ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യം പരിശുദ്ധാത്മാവിൽ സ്പർശിക്കപ്പെട്ടിരിക്കണം. ഒരു മിഷണറി, മദർ തെരേസ പറഞ്ഞു, ഞങ്ങൾക്ക് ഉത്തേജനം എന്ന് പറയുന്നത് ക്രിസ്തു സ്നേഹമാണ്, യേശു ക്രിസ്തുവുമായിട്ടുള്ള ഹൃദയ ബന്ധമാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 683 പഠിപ്പിക്കുകയാണ്: ക്രിസ്തുവുമായിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള സ്പർശനമാണ്. അപ്പോൾ ഒരു മിഷണറി മുന്നേറാൻ, മിഷൻ വേല ചെയ്യാൻ, ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ അടിത്തറ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമാണ്. കരിസ്മാറ്റിക്കാർ പറയുന്നില്ലേ, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഒരു മിഷണറിക്ക് അനുഭവിക്കത്തക്ക വിധത്തില്, ഫീല് ചെയ്യത്തക്ക വിധത്തില് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി. എങ്കിൽ മാത്രമാണ് അവൻ്റെ ശുശ്രൂഷകൾ അനുഭവവേദ്യമാകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ പൗലോസ്ലിഹയുടെ ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. അതായത് ത്രോവാസിൽ നിന്ന് മിഷൻ വേല ചെയ്ത് അവസാനം മക്കദോനിയ എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ പട്ടുനൂൽ വിൽപ്പനക്കാരിയായ ലിദിയ എന്ന സ്ത്രീയുടെ അടുത്ത് പൗലോസ്ലിഹ വരികയാണ്. ഇവിടെ വചനം പറയുകയാണ്: പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആ ബിസിനസ്സുകാരി, ആ പട്ടുനൂൽ വിൽപ്പനക്കാരിയുടെ അടുത്ത് പൗലോസ്ലിഹ വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കർത്താവ് തുറക്കുകയാണ്. ഈ ഹൃദയ തുറക്കപ്പെടൽ നടക്കുന്ന പ്രക്രിയ പരിശുദ്ധാത്മാവിലൂടെയാണ് നടക്കുന്നതെന്ന് പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു ശുശ്രൂഷകന് ലഭിക്കുന്നത്
ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ദൃഢമായ ബോധ്യമാണ്. അതുകൊണ്ടാണ് ഇതാ രോഗി സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നത്, ക്യാൻസർ വിട്ടുമാറട്ടെ എന്ന് പറയുമ്പോൾ ക്യാൻസർ വിട്ടുമാറുന്നത്. ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ദൃഢമായ ബോധ്യം, ഈ ബോധ്യം ഒരു മിഷണറിക്ക് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ്. 2, ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചുള്ള അവബോധമാണ്. ഇത് പരിശുദ്ധാത്മാവാണ് ആ ഒരു ബോധം നൽകുന്നത്. 3, പ്രാർത്ഥനയിലുള്ള വളർച്ച ഒരു മിഷണറിക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനമാണ്. പിന്നെ ദൈവവചനത്തിനും കുദാശകൾക്കും വേണ്ടിയുള്ള ദാഹം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ്. അടുത്തത് ജീവിത സാക്ഷ്യം നൽകാനുള്ള ഒരു പുത്തൻ ഉണർവ്, ജീവിത സാക്ഷ്യപ്പെടുത്താനുള്ള ആ ഒരു പുത്തൻ ഉണർവ് ഒരു പ്രേക്ഷിതന് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അടുത്തത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. സകല പ്രലോഭനങ്ങൾ, പണത്തിന് വേണ്ടിയുള്ള പ്രലോഭനം, സുഖത്തിന് വേണ്ടിയുള്ള പ്രലോഭനം, അധികാരങ്ങൾക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രലോഭനം, ഇത് ബഹിഷ്കരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൽ ഒരു വചനപ്രഘോഷങ്ങൾ നിറയുമ്പോഴാണ്. അടുത്തത് ശുശ്രൂഷിക്കാനുള്ള കഴിവ്, ഇതൊരു കഴിവ് വേണം. ആ കുഷ്ഠരോഗിയുടെ കൈ പിടിച്ച് ഉമ്മ വെക്കണമെങ്കിൽ അതൊരു കഴിവ്, അതൊരു വരവാണ്. ഇത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസിയോ 2020 ഈ 9ാമത്തെ ദിവസം പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് നൽകുന്ന മെസ്സേജ് പരിശുദ്ധാത്മാവിൽ മുന്നേറാൻ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നാം ഒന്നുമല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ട് അഭിഷേകത്തോടെ നമ്മൾക്ക് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പനേരം സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ 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 യേശുവേ, നന്ദി ഈശോയെ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 103-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവെ കർത്താവിനെ മഹത്വപ്പെടുത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മോട് ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത് ഈ ദിവസങ്ങളിൽ മിസ്സിയോ എന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് മ്യൂസിക് മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഷൈൻ അറക്കൽ ബ്രദറാണ്. ആലപ്പുഴ രൂപതാംഗമായ ഷൈൻ ബ്രദർ കർത്താവിൻ്റെ സുവിശേഷ വയലിൽ ഫുൾ ടൈം സുവിശേഷ വേല ചെയ്യുകയാണ്. ഭാര്യയും 2 മക്കളുമുണ്ട്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഷൈൻ ബ്രദറിനെ ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട ഷെക്കരയിലെ മിനിസ്ട്രിയിലെ പ്രേക്ഷകരായ എല്ലാവരെയും യേശുനാമത്തിൻ്റെ വലിയ സംരക്ഷണവും സുരക്ഷിതത്വവും സമൃദ്ധിയും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കാരണം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും 1-ാം അധ്യായം 7-ാം വാക്യം, കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ലോകം നവീകരിക്കുവാൻ പ്രത്യേകം ദൈവം ഈ കാലഘട്ടത്തിൽ അനേകരെ ദൈവം ഉപയോഗിക്കുന്നു. നമ്മളെയും ദൈവം ഒത്തിരിയേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി കർത്താവിൻ്റെ വലിയ സംരക്ഷണവും സുരക്ഷിതത്വവും നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും അത്യാവശ്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാവരും സംരക്ഷിക്കപ്പെടുവാനും അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ വലിയ ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം. അതേ കൊടുങ്കാറ്റ് ശക്തിയോടുകൂടി എല്ലാ മനുഷ്യഹൃദയങ്ങളും കീറിമുറിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് അത്യാവശ്യമാണ്.
അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. എന്നെയും ഇതേപോലെ ദൈവം വിളിച്ചു. വീട്ടിൽ ഒത്തിരിയേറെ മദ്യപാനിയായിരുന്ന അപ്പൻ്റെയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന, അമ്മയുടെയും അമ്മമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അപ്പൻ്റെ മാനസാന്തരം ദൈവം നൽകി. അതിനുശേഷം ദൈവം എന്നെയും പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠനെയും ദൈവം അവൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയായിരുന്നു. അപ്പനമ്മയുടെയും പൂർണ്ണ സമർപ്പണം കൊണ്ട് ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ദൈവത്തെ അറിയുന്ന മുമ്പ് പാവജീവിതത്തിൽ പോകുമ്പോൾ ധ്യാനം കൂടിയ ശേഷം മനസ്സിലായി, തിന്മയിൽ നാശം പതുകിയിരിക്കുന്നു, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്. അന്ന് പല ധ്യാനങ്ങളിലും നവീകരണ ധ്യാനങ്ങൾ കൂടുമ്പോൾ വളരെ വിലാപത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പാവങ്ങളെ ഓർത്ത് അനുതപിക്കുവാനും ദൈവം വൻകൃപ തന്നു. ഇന്ന് എന്നെ ശ്രവിക്കുന്ന അനേക യുവജനങ്ങളോട് ഞാൻ പറയുകയാണ്, യുവാവേ, നിൻ്റെ യൗവനത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. കാരണം ലോകത്തിലെ പാവമാലിന്യങ്ങൾ അതിനേകമുണ്ട്. നമ്മളെ നശിപ്പിക്കുവാൻ പതിയിരിക്കുന്ന പിശാച് പല തന്ത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഓർക്കുക, നമ്മൾ ഒരാൾ അനുതാപപ്പെട്ട് യേശുവിലേക്ക് തിരികുകയാണെങ്കിൽ അനേകർ യേശുവിലേക്ക് അടുക്കും. ഈ സത്യം മനസ്സിലായപ്പോൾ ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു. പരിശുദ്ധാത്മാവൻ ദൈവമേ, എന്നിൽ വന്നു നിറയണമേ, എന്നെ ഉപയോഗിക്കണമേ. ആദ്യമായിട്ട് എന്നെ സ്പർശിച്ച വചനം അതിനുവേണ്ടി അപ്പോസ്തല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദാ മുഴുവനിലും സമരിയിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മൾ ശക്തരായിത്തീരുന്നു. നമ്മളെ ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോയെ, എന്നെ നീ കൊണ്ടു നടക്കണമേ. നിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അനേകം രാഷ്ട്രങ്ങളിലും അനേകം സ്ഥലങ്ങളിലും ഈശോയെ പ്രഘോഷിക്കണം. കാരണം എല്ലാ മനുഷ്യരും, ഭൂമിയിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും, എല്ലാ ഭാഷക്കാരും, എല്ലാ ജാതമതസ്ഥരും, എല്ലാ സംസ്കാരത്തിൽപ്പെട്ടവരും മാനസാന്തരപ്പെടണം, യേശുവിനെ രക്ഷകതാവായി സ്വീകരിക്കണം. പ്രകൃതിയെയും ഇഴജന്തുക്കളെയും ആരാധിക്കുന്നവർ, അല്ലെങ്കിൽ കെട്ടുകഥകൾ വിശ്വസിക്കുന്നവർ എല്ലാവരും സത്യദൈവത്തെ അറിയണം. യേശുവിൻ്റെ സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആ സ്വാതന്ത്ര്യം എല്ലാവരും അനുഭവിക്കണം. രോഗപീഠകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും എല്ലാ മനുഷ്യരും വിമുക്തരാകണമെന്ന് സ്വർഗപിതാവിൻ്റെ ആഗ്രഹം, അത് നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. അതുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർജിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുള്ള സ്നാനം സ്വീകരിക്കുവാനും അതുവഴി നമുക്ക് കൂടുതൽ ആത്മാക്കളെ യേശുവിനെ നേടുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ 3 തരത്തിലാണ് നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. ശക്തിയുടെ ആത്മാവ്, വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലും അനേകം ന്യായാധിപന്മാരെയും പൂർവ്വപിതാക്കന്മാരെയും രാജാക്കന്മാരെയും ദൈവം വിളിച്ചു. അവരിലൂടെ വലിയ വലിയ വീര്യപ്രവൃത്തികൾ ദൈവം പ്രപഞ്ചത്തിൽ കാണിച്ച് അനേകം വിജാതീയരെയും ഒക്കെ എല്ലാവരെയും മാനസാന്തരത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും വലിയ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെയും അനേകം ദൈവ പൈതൃകങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. അവരിലൂടെ ദൈവത്തിൻ്റെ രാജ്യം വളരുകയാണ്. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നാണെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ ചെറിയവിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണം. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണത്. ആ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം, ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ലോകത്തോട് വിളിച്ചു പറയണം. എല്ലാ മനുഷ്യരും യേശുവിനെ അറിയണം. യേശുവിൻ്റെ വചനം എല്ലാ ഇടങ്ങളിലും പ്രചരിക്കപ്പെടണം. എല്ലാ ഭരണകർത്താക്കളും, എല്ലാ മതപണ്ഡിതന്മാരും, എല്ലാ സെലിബ്രിറ്റികളും, എല്ലാ സമ്പന്നന്മാരും ഒക്കെ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി നിലകൊള്ളണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തരായി തീരുന്നു. നമ്മൾ ജെറുസലേമിലും യൂദാ മുഴുവനും സമരിയിലും ഭൂമിയുടെ അതിർത്തികൾ വരെ യേശുവിൻ്റെ സാക്ഷിയായി മാറുന്നു. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ലൂക്കയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ വരും, അത്യുന്നത ശക്തി നമ്മളിൽ ആവസിക്കും. നമുക്ക് ഈ വചനം ഏറ്റു പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ നിറഞ്ഞാൽ നമ്മൾ വളരെ ഉയർന്ന നിലയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകളും
ബോധ്യങ്ങളും ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അപ്രകാരം ഉപയോഗിക്കണം. ഈ കാലഘട്ടത്തിൽ എപ്രകാരം കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നയിക്കണം, യുവജനങ്ങളെ യേശുവിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ ദമ്പതികൾ, യുവദമ്പതികൾ അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും വൃദ്ധരാണെങ്കിലും എല്ലാവരും യേശുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കണം, യേശുവിനെ രക്ഷിതായി സ്വീകരിക്കണം, എല്ലാവരും യേശുവിൽ സ്നാനപ്പെടണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് കാലഘട്ടങ്ങളിൽ കൂടുതൽ ശക്തമായി സഭയെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അനേകം ശുശ്രൂഷകരെ, പ്രിയപ്പെട്ട വൈദികരെ, അനേകം അൽമേര ശുശ്രൂഷകരെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ അനേക യുവജനങ്ങൾ യേശുവിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും വിചാതിരുന്ന അതിന് അനേകരെ തീഷ്ണതയോടെ ജ്വലിക്കുന്നവരായി മാറുവാനും നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം നിലവിലുള്ള എല്ലാ വചനപ്രഘോഷകരെയും നമുക്ക് ഓർക്കാം. അവരിൽ കൂടുതൽ അഭിഷേകം നിറയുവാനും ദൈവത്തിൻ്റെ ശക്തി അവരിൽ നിറയുവാനും നമുക്ക് ഈ വചനം പ്രഖ്യാപിക്കാം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരും പരിശുദ്ധ മാതാവും കൂടി അവർ സിഹിയോൻ ഊട്ടിശാലിൽ പ്രാർത്ഥിച്ചപ്പോൾ ഓർക്കണമേ, അവരുടെ ഓരോരുത്തരും മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇതാ 1, 2, 3, 4 വചനങ്ങൾക്ക് നമ്മളൊക്കെ കാണുന്നുണ്ട്. പെന്തക്കോസ്തിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റിൻ്റെ ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അവർ സമ്മേളിച്ചെന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകളെപ്പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുമേൽ നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സഭയുടെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞു. അവരെ ശക്തരായി മാറി, അവർ വിശുദ്ധരായി മാറി. അവരിലൂടെ സഭ വളർന്നു വലുതായി പന്തലിച്ചു, ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ വീടുകളിലും ഒക്കെ പ്രാർത്ഥനയിലായി വളരാൻ ആഗ്രഹിക്കാം. കാരണം ലോകം മുഴുവൻ സുവിശേഷവൽക്കരണം ഏറ്റവും ശക്തിയോടുകൂടി ഈ കാലഘട്ടത്തിൽ നിറവേറ്റപ്പെടുവാൻ ദൈവത്തിൻ്റെ നിയോഗിക്കപ്പെട്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുവേണ്ടി നമ്മുടെ ജീവിതം വെറുതെ വ്യർത്ഥതയ്ക്കും വിലകെട്ടത്തിനും നൽകാതെ നമ്മുടെ സമയം ഏറ്റവും പ്രയോജനപ്പെടുത്തുക. ഞാൻ എഫെസസിൽ പറയുന്നു, 5-ാം അധ്യായത്തിൽ 14 പറയുന്നു, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരെ നിൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോഴുള്ള തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷേകം മനസ്സിലാക്കി ജീവിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ സമയം കളയാനില്ല. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടം മനസ്സിലാക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് കുത്തിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിലൂടെ അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വെളിപ്പെടുത്തരണമേ. ഈ കാലഘട്ടങ്ങളിൽ ഈശോയെ നീ എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എനിക്ക് തരുന്ന അഭിഷേകം, ഈ കാലഘട്ടത്തിൽ തരുന്ന അഭിഷേകത്തിലൂടെ അനേകം ആത്മാക്കളെ നേടാൻ സാധിക്കും. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുവാൻ നമ്മൾ ഭോഷന്മാരാകാതെ വ്യർത്ഥതയ്ക്കും വിലകെട്ടതിനും നമ്മുടെ ഇന്ദ്രിയങ്ങളെ വലിച്ചിഴക്കാതെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. നമ്മൾക്ക് വ്യർത്ഥതയെ സിനിമയും അല്ലെങ്കിൽ മൊബൈലും എല്ലാം ഈശോയ്ക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈശോയ്ക്ക് ഫസ്റ്റ് 1-ാം സ്ഥാനം ഈശോയ്ക്ക് നൽകിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു പരിശുദ്ധാത്മ നിറഞ്ഞ ധ്യാനങ്ങൾക്ക് ശേഷം ദൈവം എന്നെ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലും കർത്താവ് കൊണ്ടു നടന്നു. അനേകം കുഞ്ഞുങ്ങളുടെ ഇടയിലും അതുപോലെ യുവജനങ്ങളുടെ ഇടയിലും കർത്താവ് എന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉപയോഗിച്ചു. അന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ആ നിമിഷങ്ങളിലൊക്കെ എന്നെ അവരുടെ ഇടയിൽ കർത്താവ് ഉപയോഗിച്ചു. പിന്നീടും തുടർന്നുള്ള വഴികളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു. കർത്താവെ എന്നെ ഉപയോഗിക്കണമേ. ഇതാ മുതിർന്നവരുടെയിലും സന്യസ്തരുടെയിലും ഒക്കെ ദൈവം എന്നെ ഉപയോഗിച്ചു. അതുപോലെ സെമിനാരി ധ്യാനങ്ങളൊക്കെ ദൈവം എന്നെ നയിക്കുകയായിരുന്നു. കാരണം ദൈവസന്നിധിയിൽ നമ്മൾ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കഴിവില്ലാത്തവരാണെങ്കിൽ പോലും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ ശക്തമായി ഇടപെടുന്നു, നമ്മളെ ദൈവാത്മാവ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ ആരാധനയിൽ ഈ തിരുമണിക്കൂറിൽ നമുക്ക് ആഗ്രഹിക്കാം, കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ അനേകരെ യേശുവിനെ നേടുവാൻ, അനേക രാജ്യങ്ങളെ കീഴടക്കുവാൻ, അനേക ജനപദങ്ങളെ യേശുവിനെ നേടുവാൻ കർത്താവെ എന്നെ പ്രത്യേക അഭിഷേകം ചെയ്യണമേ. ഇതിനുള്ള തടസ്സങ്ങൾ, ഇതിനുള്ള ബന്ധനങ്ങൾ എടുത്തു മാറ്റണമേ, എന്നെ നവീകരിക്കണമേ.
1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാവങ്ങളും നമ്മളെ മോചിപ്പിക്കുന്നു. കുറച്ച് പാവങ്ങളല്ല പ്രിയപ്പെട്ടവരെ അവിടെ പറയുന്നത്, എല്ലാ പാവങ്ങളിൽ നിന്നും നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ പാവങ്ങളും, അവയുടെ എല്ലാ ബന്ധങ്ങളും, എല്ലാ സുഖങ്ങളിൽ നിന്നും ദൈവാത്മാവ് നമ്മളെ പൂർണ്ണമായി മോചിപ്പിക്കുന്നു. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാം. പൂർണ്ണമായ വിശുദ്ധീകരണം ലഭിക്കുവാൻ, പൂർണ്ണ ദൈവശക്തി നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് വളരെ ശക്തമായി കുഞ്ഞെ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവാത്മാവിന് നിൻ്റെ തല കുനിച്ചു കൊടുക്കുക, നീ ദിവസത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും. നല്ലൊരു മനസ്സ് ദൈവം അതിന് തരട്ടെ. കർത്താവ് പിന്നീടും നമ്മൾ നടത്തുന്ന ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി തരും. അതുകൊണ്ട് ആകുലതയിലേക്കോ അസ്വസ്ഥതയിലേക്കോ നമ്മൾ പോകേണ്ട കാര്യമില്ല. ദൈവാത്മാവ് നമ്മളെ ശക്തമായ രീതിയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒന്നാമത് നമ്മൾ കേട്ടു, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ രീതിയിൽ നമ്മൾ നിറയുന്നത് എപ്രകാരമാണെന്ന്. 1, ശക്തി വലിയ അത്ഭുത പ്രവർത്തികളിലൂടെ. 2 പറയുന്നത് പ്രകാശത്തിൻ്റെ അഗ്നിജ്വാലയ പരിശുദ്ധാത്മാവ്, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് രോഗസൗഖ്യങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും ലോകത്തിൽ ധ്യാനങ്ങളിലൂടെ നടക്കുമ്പോൾ അനേകർ യേശുവിലേക്ക് വരികയാണ്, അനേക വിജാതിർ യേശുവിലേക്ക് വരികയാണ്. ജ്ഞാനപ്രകാശമായ അഗ്നിജ്വാലയ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ജ്ഞാനം നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ജ്ഞാനം വാങ്ങാം, അവൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കാം. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ എല്ലാ ഇടങ്ങളിലും സുവിശേഷ പ്രഘോഷണം നടക്കുവാൻ, വലിയ വർഷിപ്പ് നടത്തപ്പെടുവാൻ, ബൈബിൾ എല്ലാ ഭാഷയിലും അച്ചടിക്കപ്പെടുവാൻ, എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും വ്യസനായിട്ട് ബൈബിൾ ഉണ്ടാകുവാൻ, കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ പ്രചരിക്കപ്പെടുവാൻ. ഹബക്കൂക്ക് 2:14 പറയുന്നുണ്ട്, ജലം സമുദ്രത്താൽ കവിഞ്ഞെഴുതുപോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയും. ലോകം മുഴുവൻ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ലോകം മുഴുവൻ നവീകരണത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ അടിയറ വയ്ക്കാം. പരിശുദ്ധാത്മാവേ, എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ഇംഗിതമനുസരിച്ച് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് സംസാരിക്കണമേ, എന്നോട് കൽപ്പിക്കണമേ, എന്നെ വഴി നടത്തണമേ, എന്നെ ഉപയോഗിക്കണമേ, ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റെടുക്കും, നമ്മൾ ഉപയോഗിക്കും, നയിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളും എടുത്തു മാറ്റി നമ്മളെ പൂർണ്ണമായി വിശദീകരിക്കുവാൻ, നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമുള്ളവരായി മഹത്വമുള്ളവരായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി ഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
പ്രിയ സഹോദരങ്ങളെ, കർത്താവായ ഈശോ സത്യമായിട്ടും നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈശോയെ നോക്കി എല്ലാവരും കർത്താവിനെ ആരാധിക്കുക, നമ്മുടെ ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് നിലവിളിച്ചപേക്ഷിക്കുക. സഭയ്ക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. പ്രത്യേകിച്ചൊരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ ഇന്ന് ലോകം കടന്നു പോവുകയാണ്. മഹാമാരികള്, പകർച്ചവ്യാധികള്, ദുർമരണത്തിന്റെ മുൻപിൽ ഇങ്ങനെ ജനം ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. തീഷ്ണമതികളായ ശുശ്രൂഷകരെ ലോകത്തിന് ആവശ്യമാണ്. തീഷ്ണമതികളായ വചനപ്രഘോഷകരെ സഭയ്ക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അനേകായിരങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാൻ, അനേകരുടെ സ്വരങ്ങളെ ബലപ്പെടുത്താൻ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ബലപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ആരാധനയിലൂടെ വന്ന് ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവേ, ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഞങ്ങളുടെ മേൽ ഒഴുകണമേ. സ്ലീഹന്മാരെ ബലപ്പെടുത്തിയതുപോലെ പെന്തക്കോസ്താ ദിനത്തില് അഗ്നിനാവിന്റെ സ്നാനം കൊടുത്തതുപോലെ മിസിയോ 2020 9ാമത്തെ ദിവസത്തെ ഈ അഭിഷേകാരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേൽ പെന്തക്കോസ്തയുടെ അഗ്നി അഭിഷേകം കൊണ്ട് നിറയട്ടെ. കർത്താവിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവേ എന്നെ ജ്വലിപ്പിക്കണമേ. യേശുവേ എന്നെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സഭയെ ശക്തിപ്പെടുത്തണമേ. നിന്റെ ആത്മാവിനെ ദാനമായി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ഇറങ്ങി വരുമ്പോൾ സഭ ശക്തി പ്രാപിക്കും. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു മിഷൻ തീഷ്ണത, അഗ്നി മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ. തുല്യം ചൊല്ലാ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ ജീവനേ സ്വന്തമേ
സഹോദരങ്ങളെ, മിസിയോ 2020 9ാമത്തെ ദിവസം ഈ ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ പ്രൊക്ലമേഷൻ കമ്മീഷൻ ഒരുക്കുന്ന ഈ അഭിഷേക ആരാധനയിലേക്ക് ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പറഞ്ഞേ ആമേൻ, ആമേൻ. പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അഭിഷേക ആരാധനയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ ഉദ്ഘാടനം ചെയ്തത്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാണ് സുവിശേഷത്തെ ബലപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് നാം ദാനമായി ഈശോയിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. സാക്ഷ്യം പറഞ്ഞ സഹോദരൻ പറയുകയുണ്ടായല്ലോ, അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കുടുംബം ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വരുമ്പോൾ എൻ്റെ രാജ്യം ശക്തി പ്രാപിക്കും, എൻ്റെ ലോകം ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ഈശോയെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. നാം എല്ലാവരും ഇപ്പോൾ ഭവനങ്ങളിലാണ്. ഈ ഷെക്കേന ടെലിവിഷൻ ചാനല് കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമുക്ക് ദേവാലയങ്ങളിൽ പോകാൻ പറ്റാത്ത സമയത്ത് പരിശുദ്ധാത്മാവ് ഒരുക്കി നൽകിയ ഈ ഒരു ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ ഇന്ന് നാം എല്ലാവരും ഒന്നു ചേർന്ന് KRLCBCയോടും പ്രൊക്ലമേഷൻ കമ്മീഷനോടൊപ്പം ഒന്നു ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ പോകുക. ഒരുപക്ഷെ നാം അടുക്കളയിലായിരിക്കാം, അല്ലെങ്കിൽ കിടപ്പ് രോഗികള് കട്ടിലിലായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികള് പഠനവുമായി ബന്ധപ്പെട്ടായിരിക്കാം. വിവിധ സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ഒരു നിമിഷം കർത്താവിനെ നോക്കി പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനോടൊപ്പം ഒന്ന് ഏറ്റുപറഞ്ഞേ, കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ രക്ഷക, ഈ മിഷൻ മാസത്തില് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, അത്ഭുതങ്ങളുടെ ആത്മാവിനെ, അഭിഷേകത്തിന്റെ ആത്മാവിനെ, തീ അഭിഷേകത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ജ്ഞാനത്തെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ ഇരട്ടി അഭിഷേകം നൽകി, ഇരട്ടി അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ നിറയണമേ. ഭയത്തിന്റെ ആത്മാവിനെ ആട്ടി അകറ്റണമേ. ധൈര്യത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ
നിറയപ്പെടട്ടെ. ഭാഷാവരം കൊണ്ട് അത്ഭുത പ്രവർത്തന വരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സുവിശേഷ പ്രഘോഷണ വരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. കർത്താവായ ഈശോയെ, ലോകം മുഴുവനുമുള്ള എല്ലാ മിഷണറിമാരുടെ മേൽ, എല്ലാ വചനപ്രഘോഷകരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവത്തിന്റെ ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവാൽ നിറയ്ക്കണമേ. കാല അഭിഷേകം ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവാൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ.
കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈശോയെ. ഈ ലോകത്തെ ബലപ്പെടുത്തണമേ കർത്താവേ. അഗ്നി അഭിഷേകം കൊണ്ട് ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മെത്രാന്മാരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വൈദികരെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സന്യസ്തരെ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തണമേ. ആത്മായ ശുശ്രൂഷകരെ ബലപ്പെടുത്തണമേ. ടെലിവിഷൻ ചാനലുകളിലുള്ള ക്രിസ്ത്യൻ ചാനലുകളെ ബലപ്പെടുത്തണമേ ഈശോയെ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യത്തെ മാറ്റിമറിച്ച ഒരു സാക്ഷ്യം പറയാനായിട്ട് കർത്താവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഒരു യുവവൈദികനായി പട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും പോലെ ആഗ്രഹിച്ചത് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കണമെന്നാണ്. അഭിവന്യ മാക്സ്വെൽ വലന്റൈൻ നൊറോണ പിതാവാണ് എനിക്ക് പൗരോഹിത്യ പട്ടം നൽകിയത്. പട്ടം കിട്ടിയ ഉടൻ തന്നെ രൂപതയുടെ യൂത്ത് ഡയറക്ടറായിട്ട്, യുവജനങ്ങളുടെ ഡയറക്ടറായി പിതാവ് എന്നെ നിയമിച്ചു. അപ്പോൾ എൻ്റെ വിചാരം മുഴുവൻ യുവജനങ്ങളെ ഉദ്ധരിക്കുക, ക്യാമ്പുകൾ, സെമിനാറുകൾ, കൂട്ടയോട്ടങ്ങൾ, ഗാനമേളകൾ, എല്ലാവരുടെ മുൻപിൽ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം, ഒരു സംഘാടകനായിട്ട് മാറുക. എല്ലാവരും നല്ലത് പറയാൻ തുടങ്ങി. ഇതാ നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു പ്രസംഗം പറയുന്ന ആളാണ്, ഒരുപാട് കഠിനാധ്വാനിയായ യുവവൈദികനാണ്. കാരണം വീട് വീടാന്തരം കയറിയിറങ്ങി KCYM-ഉം CLC-യും ജീസസ് യൂത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി ഓരോ വീടും കയറിയിറങ്ങി അങ്ങനെ യുവജനങ്ങളെ സംഘടിപ്പിക്കൽ, അവരുടെ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യൽ. അപ്പം ഞാൻ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് വിചാരിച്ചതാ, ഇതൊക്കെയാണ് എൻ്റെ പൗരോഹിത്യം. അതോടൊപ്പം തന്നെ ഞായറാഴ്ച നല്ല വചനപ്രഘോഷണം നടത്തുക, പറ്റുന്നത് പോലെ ആൾക്കാർക്ക് നല്ലത് ചെയ്യുക, നല്ലത് പറയുക, ചേട്ടാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വരുന്നവരോട് വളരെ സ്നേഹത്തോടു കൂടി വർത്തമാനം പറയുക. അങ്ങനെ ഇരിക്കുകയാണ് എന്നെ അഭിവന്യ പിതാവ് പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുഞ്ഞു പള്ളിയിൽ എന്നെ വികാരിയായിട്ട് വിട്ടത്. വളരെ തിരക്കേറിയ വലിയ വലിയ പള്ളികളിൽ കൊച്ചച്ഛനൊക്കെ ആയിരുന്ന്, അതോടൊപ്പം തന്നെ യുവജന മിനിസ്ട്രിയൊക്കെ ചെയ്ത് വളരെ തിരക്കേറിയിരുന്ന ഞാൻ പെട്ടെന്നൊരു കുഞ്ഞു പള്ളിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോയ ദിവസങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛന് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം പറയാൻ സാധിക്കും. ആ സമയത്ത് കൂട്ടായി, താങ്ങായി, തണലായി നമ്മുടെ കൂടെ ഉള്ളത് ഈശോ മാത്രമാണ്.
അതിനു മുൻപെല്ലാം ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് കാണാൻ സാധിക്കില്ല. എപ്പോഴും എൻ്റെ കൂടെ ഒരു 10, 20, 25 യൂത്ത് എൻ്റെ വാഹനങ്ങളിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. എന്നാൽ അങ്ങ് മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യാനികൾ വളരെ കുറവുള്ള, ഇടവക ജനം വളരെ കുറവുള്ള ഒരു പള്ളിയിൽ ചെന്നപ്പോൾ സന്ധ്യ കഴിയുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ഈശോ എന്നെ ആകർഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ സമയം കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഈശോയുടെ മുൻപിലേക്ക് പോയിരിക്കും. പണ്ട് ഇന്ന് ആ പള്ളി ഇല്ല, ഇന്ന് അതിന് പകരം വളരെ മനോഹരമായ പുതിയൊരു പള്ളി വന്ന്, അന്ന് കുടിയേറ്റക്കാർ അവരുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് പണിതുയർത്തിയ ഒരു കുഞ്ഞു ദേവാലയം, ഓടുകൊണ്ടുള്ള കുഞ്ഞു ദേവാലയം, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പേരിലുള്ള ദേവാലയം. എന്നാൽ അവിടെ വലിയ അഭിഷേകമായിരുന്നു. ഈ അഭിഷേകമാണ് എന്നെ അൾത്താരയിലേക്ക് ആകർഷിച്ചത്. അന്നൊരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് രാത്രിയിൽ എൻ്റെ പ്രാർത്ഥന എത്ര നേരം നീണ്ടു എന്നെനിക്കറിയില്ല. ഈശോയെ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് സംഭവിക്കാത്ത രീതിയിൽ ഭാഷാവരത്തിൽ എന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നായ്ക്കാമ്പറമ്പിൽ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സാക്ഷ്യങ്ങളില്ലേ, അതേപോലത്തെ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് എൻ്റെ തല മുതൽ കാൽ വരെ ഇങ്ങനെ വിറയൽ അനുഭവപ്പെടുന്ന രീതിയിൽ എൻ്റെ മേലിറങ്ങി വന്നു. ഞാൻ വിയർക്കാൻ തുടങ്ങി. എൻ്റെ ശബ്ദം മാറി, എൻ്റെ ചിന്തകൾ മാറി. എനിക്ക് അനുഭവപ്പെട്ടു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വൈദികനെ സ്പർശിച്ച നിമിഷമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് എനിക്ക് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ആ ഒരു അനുഭവത്തിന് മുൻപുള്ള എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളും ആ ഒരു അനുഭവത്തിന് ശേഷമുള്ള എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ. ഇതിനു മുൻപ് ഞാൻ വചനപ്രഘോഷം നടത്തുമായിരുന്നു. ഒരു കഥ പറയും, തുടർന്ന് വചനം പറയും. റെഡംഡർ ഈസ്റ്റ് വൈദികരാണ് ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. അവർ ഞങ്ങൾക്ക് നൽകിയ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ആ മെത്തേഡ് ഉപയോഗിച്ച് വളരെ ഭംഗിയായി ആൾക്കാരെ വെറുപ്പിക്കാതെ പ്രസംഗം പറയാൻ എനിക്ക് കർത്താവ് കഴിവ് തന്നിരുന്നു. എന്നാൽ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ശേഷം എൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ രൂപം മാറി, എൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ ഭാവം മാറി, എൻ്റെ സ്വരം മാറി, എൻ്റെ കണ്ണുകളിലുള്ള തീഷ്ണത മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വചനപ്രഘോഷണങ്ങളെ കർത്താവ് അത്ഭുതങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കാൻ തുടങ്ങി. അടയാളങ്ങളിലൂടെ കർത്താവ് ഇടപെടാൻ തുടങ്ങി. ഒരു കുഞ്ഞു പള്ളിയായിരുന്ന ആ പെരിന്തൽമണ്ണയിലെ ലൂർദ് മാതാ പള്ളി അനേകായിരങ്ങള് അച്ഛൻ്റെ വചനപ്രഘോഷണം കേൾക്കാനായിട്ട് അവിടെ തടിച്ചുകൂടി. 10-35 കുടുംബങ്ങൾ മാത്രമുള്ള ആ ദേവാലയത്തില് ആയിരങ്ങള് വചനപ്രഘോഷണം കേൾക്കുവാനും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുമായിട്ട് കടന്നു വരുവാൻ സാധിച്ചു. അങ്ങനെ ആരാലും അറിയപ്പെടാതിരുന്ന ആ ദേവാലയവും പരിസരത്തെയും കർത്താവെടുത്തുയർത്തി അനേകായിരങ്ങളുടെ അഭിഷേകമുള്ള കൺവെൻഷനുകള്, വചനപ്രഘോഷണങ്ങള്, രോഗശാന്തി ശുശ്രൂഷകള്, ഡെലിവറൻസിന്റെ ശുശ്രൂഷകൾക്ക് ആ ദേവാലയവും പരിസരവും എല്ലാം കാരണമായി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കേന്ദ്രബിന്ദു എന്താണ് മക്കളെ? പരിശുദ്ധാത്മാവ് സഭയെ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ പുരോഹിതനെ തൊടുകയാണ്. പരിശുദ്ധാത്മാവ് സഭയിലെ അൽമായ അഭിഷേകമുള്ള ശുശ്രൂഷകരെ തൊടുകയാണ്. അതിൻ്റെ ഉദാഹരണമാണല്ലോ ഷെക്കേന ടെലിവിഷൻ മിനിസ്ട്രി. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ബ്രദർ സന്തോഷ് കരുമാത്രയെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചപ്പോൾ അനേകം പേര് ആ ബ്രദറിനോട് ചേർന്ന് നിന്നപ്പോൾ ലോകം മുഴുവൻ വചനപ്രഘോഷണം കേൾക്കത്തക്ക തരത്തിൽ കർത്താവ് ഈ ഒരു ശുശ്രൂഷ എടുത്ത് ഉയർത്തുകയാ. പറഞ്ഞേ ഹല്ലേലൂയ.
പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും, ഓരോ ശുശ്രൂഷകനും, ഓരോ വൈദികനും, ഓരോ സന്യസ്തരും ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമാണ്. ഇത് നമ്മെ മാറ്റിമറിക്കും. വെറും സാധാരണക്കാരനായ ആ ഒരു യുവാവ് പരിശുദ്ധാത്മാവ് തന്നെ സ്പർശിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചില്ലേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഞാൻ ശക്തി പ്രാപിക്കുമെന്ന്. അതിങ്ങനെ പലവട്ടം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വൈദികരുടെ ധ്യാനങ്ങൾക്ക് സഹായിക്കാൻ, സന്യസ്തരുടെ ധ്യാനങ്ങളിൽ സഹായിക്കാൻ, സെമിനാറുകളിൽ വചനപ്രഘോഷണ ശുശ്രൂഷകളിൽ സഹായിക്കാൻ നാം നേരത്തെ കേട്ട ആ സാക്ഷ്യം പറഞ്ഞ ആ യുവാവിനെ കർത്താവ് എടുത്ത് ഉയർത്തിയില്ലേ? പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതേപോലെ മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച ഓരോ മകനും മകളും കർത്താവിൻ്റെ നാമത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കണമെന്ന് കേരള സഭയുടെ പ്രൊക്ലമേഷൻ കമ്മീഷൻ ആഗ്രഹിക്കുകയും മിസിയോ 2020 എന്നുള്ള ഈ ശുശ്രൂഷയിലെ ഈ അഭിഷേക ആരാധനയിലൂടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച മക്കളെ, ഇരിക്കുന്ന സ്ഥലങ്ങളില് ഒരുപക്ഷെ പല ജോലികളിലായിരിക്കാം. ഈ നിമിഷം 1 മിനിറ്റ് ഈ ടെലിവിഷൻ ചാനലിനോട് ചേർന്ന്, ഈ ശുശ്രൂഷയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ടി-വിയിൽ കാണുന്ന ഈശോയെ അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനായി തീവ്രമായി ആഗ്രഹിച്ച് അഭിലഷിച്ചു കൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രസംഗങ്ങളെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശുശ്രൂഷകളെ ബലപ്പെടുത്തുന്നു. ഒരു അപ്പൻ എന്ന രീതിയിലുള്ള ശുശ്രൂഷ ബലപ്പെടുത്തുന്നു. ഒരു അമ്മ എന്ന രീതിയിലെ ശുശ്രൂഷ ബലപ്പെടുത്തുന്നു. ഓരോ അധ്യാപകരെ ബലപ്പെടുത്തുന്നു. ഓരോ മേഖലകളിലുള്ളവരെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആമേൻ. നമുക്ക് കരങ്ങൾ കുപ്പിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഭക്തിയ വണങ്ങുക എന്ന ഗാനം ആലപിച്ച് കർത്താവിന്റെ മുൻപിൽ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. എല്ലാവരും ചേർന്ന് പാടുക. സാഷ്ടാംഗം വീഴുന്ന ഏറ്റവും മഹത്താമി കൂദാശയെ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ. പൂർവികം സാധനം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നെ ഗജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. ആദരാത്മാവിനും ഔരീകം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സൃഷ്ടിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ക്രിസ്തുവിൽ ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാസകനത്തിന്റെ സ്മാരകമായ വിസ്മയാവഹമായി കൂദാശങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങളെന്ന് വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പിതാവേ, സ്നേഹപിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മശക്തി എല്ലാ മനുഷ്യരാശിയും അറിയുവാൻ, ലോകം മുഴുവൻ ശക്തിയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാൻ, ദൈവപുത്രനായ യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ കത്തിപോലെ ഇതുപോലെ കത്തിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേക മിഷണറിമാരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു, ആരൊക്കെ ദൈവത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുവോ, ആരൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചുവോ, അവരൊക്കെ തീപ്പന്തങ്ങളായി മാറി. വെറും സാധാരണക്കാരായ മനുഷ്യർക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചുവെന്ന് ഈ നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട അലുഷ്യസ് അച്ഛനോട് ചേർന്ന്, കേരള സഭയോട് ചേർന്ന്, ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിച്ച പിതാക്കന്മാരോട് ചേർന്ന് ലോകമെങ്ങുമുള്ള എല്ലാ മിഷണറിമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ രൂപരാഹിത്യങ്ങളെയും എല്ലാ കുറവുകളും പരിഹരിച്ച് ഈ കാലഘട്ടത്തിൽ അഗ്നി ഇറക്കുന്നവരാക്കി എല്ലാ ശുശ്രൂഷകരെയും മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന വികാരിയച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ധ്യാന മന്ദിരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വചന ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇഷക്യാന ടെലിവിഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളും ദൈവശക്തിയാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുക, എല്ലാവരും അത് സ്വീകരിക്കുക. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അഭിഷേകം ചെയ്തതുപോലെ, അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കൊക്കെ ദൈവശക്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ആരൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ട ഈ ദിവസം ആരൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നുവോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നുവോ. നാം കേട്ടു, ബഹുമാനപ്പെട്ട അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചപ്പോ ശുശ്രൂഷ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചെന്ന് നാം കേട്ടു. സാധാരണ ഒരു ചെറുപ്പക്കാരൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കേട്ടപ്പോ വലിയ വലിയ മനുഷ്യരുടെ മുമ്പിൽ ദൈവ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്ന് നാം കേട്ടു. ഒരു മകൻ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചപ്പോ ഷക്യാന എന്ന വലിയൊരു മീഡിയയിലൂടെ ലോകം മുഴുവൻ സുവിശേഷം എത്തുന്നതിന് ദൈവം ഒരു ചാനലിനെ ഉയർത്തിയെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി വെളിപ്പെടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഭിഷിക്തനോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.